ഓടും കുതിര ചാടും കുതിരയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ച് ഞങ്ങൾ തിയേറ്ററിലേക്ക് വരണം? പറയൂ. ഓണമാണ്. അപ്പൊ സന്തോഷത്തിന്റെ കുറച്ച് നാളുകളാണല്ലോ. അപ്പൊ നമുക്ക് ചിരിക്കണം കുറച്ച്. എന്നാലാണ് നമുക്ക് സദ്യ ഉണ്ണുമ്പോഴേക്ക് ഒരു സുഖം കിട്ടുള്ളൂ. അപ്പൊ ചിരിച്ചിട്ട് നമുക്ക് സദ്യയൊക്കെ ഉണ്ടെങ്കിൽ ഓടും കുതിര കാണണം. ഇത് പക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഓടും കഴുത ചാടും കഴുത ഓണത്തിന് കിട്ടിയ നല്ലൊരു സദ്യക്ക് പകരം വലിയൊരു കഷായം. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയാം. മികച്ചൊരു നടനാണ് ഫഫ എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെ ഒരു നടന് ഇത്രയും മോശമായിട്ട് ഇത്രയും അലമ്പായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? വളരെ മോശം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കല്. Yes. What can I do for you? വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ വെറുപ്പിക്കുന്നതിന്. ഈ സിനിമ കണ്ടിട്ട് കോമയിലാവാതെ ആൾക്കാർ തിരിച്ചെത്തിയാൽ ഭാഗ്യ. അതുപോലത്തെ വെറുപ്പിക്കൽ സിനിമയായിട്ട് ഒരു അപരാധം. ഈ ഒരു അപരാധം കണ്ടിട്ട് ഇറങ്ങി ഓടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലാലാണ്. ലാൽ ഈ സിനിമക്കകത്ത് ആ ക്യാരക്ടർ ലാല് ചെയ്തപ്പോൾ എന്ത് രസാ. ഫഫ എന്താണ് കാണിച്ചു വെക്കുന്നതെന്ന്, അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ്, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി, അദ്ദേഹം കൊടുക്കുന്ന റിയാക്ഷൻസ്, റിഫ്ലക്സ് എല്ലാം വളരെ മോശം. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. ഒട്ടും കൊള്ളുന്നില്ല, ഒന്നും കൊള്ളില്ല. കോമഡി ആയിട്ട് എന്തൊക്കെ കാണിച്ചു കൂടുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് അല്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക്. ജസ്റ്റിൻ വർഗീസിന്റെ ഇത്രയും വീക്കായിട്ടുള്ള വർക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. എന്താണെന്ന് ആ പടം എടുത്ത അൽത്താഫിന് പോലും അറിഞ്ഞുകൂടാ. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പടം വല്ല മനസ്സിലാവണ്ടേ. ഫഹദ് ഫാസിലിനെയൊക്കെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ചിരിക്കുക, ഫുള്ള് കോമാളി വേഷം. വിനയ് ഫോർട്ട് ഉണ്ട്. വിനയ് ഫോർട്ടിന്റെ ഒരു മൊണ്ണ ക്യാരക്ടറാണ്. അത് വളരെ നല്ല മൊണ്ണയായിട്ട് തന്നെ വിനയ് ഫോർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റഡ് ബൈ അൽത്താഫ്. എന്താണ് ഉദ്ദേശിച്ചത്?